ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും വന്നു. മോളെങ്ങനെ ഇവിടെ? ദീമോളുടെ നിർബന്ധം കൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ആണോ? അച്ഛനും ഇവിടെ കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞങ്ങള് വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ. മോളെ, മോൾക്ക് ഐസ്ക്രീം വേണ്ടേ? അച്ഛാ, അവളിപ്പോ കുടിച്ചതേ ഉള്ളൂ. അതൊന്നും സാരമില്ല. ദാ മോളെ, മോളെ മോള് കഴിക്കും. എല്ലാം കൂടി കഴിച്ച് പനി ഉണ്ടാക്കി വെക്കേട്ടോ. മോളെ, എന്റെ കുഞ്ഞിന് വഴക്ക് പറയല്ലേ. ഏതായാലും നിങ്ങളെ കണ്ടപ്പോ സന്തോഷമായി. മോളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. വാ, ഇന്ന് നമുക്ക് വീട്ടിൽ തങ്ങിയിട്ട് പോവാം. എതിർപ്പൊന്നും പറയണ്ട, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അച്ഛാ, അത് ശരിയാവില്ല. ഞാനവിടെ ആരോടും ഇല്ല. ഇന്ന് അച്ഛന്റെ അച്ഛമ്മേരെയും കൂടെ പോവാൻ വന്ദനമേ. എനിക്ക് സുചിത്ര ആന്റിയെയും വിനിയോങ്കിലിനെയൊക്കെ കാണണം. പ്ലീസ് ജഗനങ്ങളെ. വാ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മോനിരിക്കെ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയ കാലമൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞു അല്ലേ ചന്ദ്രു? ഓ, രമണൻ ചന്ദ്രിക പ്രണയകഥ പോലെ തന്നെ നാട്ടില് പാട്ടാ മാധവ ചന്ദ്രിക പ്രണയകഥയും. മിക്കവാറും ആരെങ്കിലൊക്കെ ഇവരുടെ കഥ സിനിമയാക്കി ഇറക്കും. എന്ന് നിന്റെ മൊയ്തീൻ എന്ന പോലെ. അപ്പൊ ദിയമോക്ക് കാണാം കേട്ടോ. മതി മതി. ഇവള് നാളെ മുതൽ കഥയും ചോദിച്ചോണ്ട് വരും. ഈ കഥ ദിയമ്മള് മുത്തശ്ശിയോട് ചോദിക്കും. അമ്പടി കള്ളി. ഇവളാള് ഭയങ്കരിയാ. നേരെ ഒരുപാടായി. എല്ലാരും പോയി കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് അച്ഛമ്മേ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. അച്ഛൻ. ശരി. മാനത്തെ കൊട്ടാരം